നിത്യത തീർക്കുന്ന നിമിഷങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആയിരത്തി 1994 പുറത്തിറങ്ങിയ തിരുനാമകീർത്തനം വോളിയം 2 എന്ന ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽബത്തിലെ ഇന്നോളം എന്നെന്നും എന്ന പാട്ടാണ് നമ്മളിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സണ്ണി സ്റ്റീഫനാണ്. ഒറിജിനൽ സൗണ്ട് ട്രാക്ക് പാടിയത് പ്രശസ്ത പിന്നണി ഗായികയായ എസ് ജാനകിയാണ്. നമുക്ക് വേണ്ടി ഇന്നിവിടെ ഗാനം ആലപിക്കുന്നത് ടീനു ടെലൻസ്. നമുക്ക് ഈ പാട്ടൊന്ന് കേട്ടു നോക്കാം. അനുതാപത്തിൻ്റെ ഒരു സുഖവും ഒരു സൗഖ്യവും എല്ലാം തരുന്ന ഈ മനോഹരമായ രചന തന്ന അച്ഛന് ഈ എപ്പിസോഡിലോട്ട് സ്വാഗതം. ഒരുപാട് നവീകരണ ധ്യാന സ്ഥലത്ത് ഞാൻ ഈ പാട്ട് കേട്ടിട്ടുണ്ട്. എല്ലാവരും നിറയെ കണ്ണീരോടുകൂടി ഗാനം കേൾക്കുന്നതും പാടുന്നതുമെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു പാട്ട് എഴുതാൻ അച്ഛന് തോന്നിയ ഒരു വികാരം എന്തായിരുന്നു? ഒന്ന്, നവീകരണ ധ്യാനത്തിൽ അങ്ങേറ്റം മൊഴി തന്ന ഒരു കാലമാണ് എന്നെ സംബന്ധിച്ചും. പരിത്രാണ ധ്യാന കേന്ദ്രത്തിൻ്റെ തുടക്കം മുതൽ അവിടെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ഇങ്ങനെയൊരു പുതിയ ഗാനത്തിൻ്റെ ആവശ്യം എനിക്ക് തോന്നി. അങ്ങനെയാണ് ഈ ഒരു ഗാനം ഉണ്ടാകാൻ കാരണം. അതിന് ബൈബിളിൽ നിന്ന്, സുവിശേഷത്തിൽ നിന്ന് കാണാതെ പോയ ആടിൻ്റെ ഉപമയെ ഉപജീവിച്ചെഴുതിയൊരു ഗാനമാണ്. ട്യൂണിനെ പറ്റി ഞാനൊന്ന് മുൻകൂർ പറയുക. കാരണം ആ വരികൾക്ക് ഇത്രയും ഒരു ആർദ്രഭാവം വന്നത് ഒരു ഹിന്ദുസ്ഥാനി ഗസലിൻ്റെ ഒരു ചുവട് പിടിച്ച സംഗീത സംവിധാനം ചെയ്തിരിക്കുന്നത്. അത് ട്യൂണിലോട്ട് എഴുതുമായിരുന്നോ? ട്യൂണിലേക്ക് എഴുതിയൊരു ഗാനം തന്നെ. അതല്ലേ? അതെ. ഈ ട്യൂൺ കേട്ടപ്പോൾ ആ ആർദ്രത എനിക്കും അനുഭവമായി. അങ്ങനെ അതിന് പറ്റിയ വാക്കുകളായിട്ടിത് വാർന്നു വീഴുകയായിരുന്നു. ഈ പാട്ട് എവിടെയെങ്കിലും പാടി ആർക്കെങ്കിലും ഒരു അനുഭവം കിട്ടിയതായിട്ടൊക്കെ, അല്ലെങ്കിൽ ഒരു ഫീല് അങ്ങനെ വന്നതായിട്ടോ അച്ഛൻ പറഞ്ഞു? ആ കാലങ്ങളിൽ ഇത് പാടുമ്പോൾ കൂട്ടത്തോടെ ആളുകൾ കണ്ണു നിറഞ്ഞിരിക്കുന്നതായിട്ട് വേദിയിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അത്ര സ്വാധീനം ഈ പാട്ട് ചെലുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ജാനകമ്മയുടെ സ്വരത്തിൽ അത് വന്നപ്പോൾ, ആ പാട്ട് കാസറ്റിൽ നിന്ന് കേട്ടപ്പോഴും അതിന് പ്രത്യേക അനുഭവം ഉണ്ടായിട്ടുണ്ട്. വേദിയിൽ പാടുമ്പോൾ കൂടുതൽ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഞങ്ങളന്ന് ശ്രദ്ധിച്ച ഒരു വ്യത്യാസം, സാധാരണ ഈ നവീകരണ ധ്യാനത്തിനെല്ലാം ഭയങ്കര അടിപൊളി ബഹള പാട്ടുകളാണല്ലോ സാധാരണ കരിസ്മാറ്റിക് ഗാനങ്ങൾ എന്ന് പറയുന്നത്. അതിലൊക്കെ വ്യത്യസ്തമായിട്ട് ഈ സ്ലോ റിതത്തിൽ മനുഷ്യൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങാൻ പാകത്തിനുള്ളൊരു ട്യൂണും അതിന് പറ്റിയ വേർഡ്സും അങ്ങനെ
എഴുതിയപ്പോൾ അച്ഛൻ ആരെങ്കിലും അതങ്ങനെ ഒരു പോരാ എന്നൊരു ധ്യാനകേന്ദ്രത്തിൽ നേടുന്നെങ്കിലുമൊക്കെ ഒരു കിട്ടിയിട്ടുണ്ടോ? ഒരു സ്ഥലത്തുനിന്ന് അങ്ങനെ ഒരു കമൻറ്റ് വന്നായിരുന്നു. ഇത് കരിസ്മാറ്റിക് രീതിക്ക് പറ്റിയതല്ല എന്നൊക്കെ. എല്ലാവർക്കും ചേർന്ന് പാടാൻ പറ്റുകയല്ലോ. അതെ, എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആയിരുന്നില്ല, എൻ്റെ അനുഭവം അങ്ങനെ ആയിരുന്നില്ല. ഞാനിത് കേട്ട അന്ന് മനസ്സിൽ തോന്നിയൊരു ചിത്രം, നമുക്ക് ഈ സൗഖ്യം കിട്ടുന്ന ഒരു ഫീലിംഗാണ് അന്നും ഇന്നും എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ തോന്നുന്നത്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ ഈണം അതിനെ സഹായിക്കുന്നുണ്ട്. മറ്റൊന്ന്, അതിനകത്തോടെ പറയുന്ന ആശയങ്ങൾ അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഊഷ്മളമായ കാരുണ്യത്തിൻ്റെ വശമാണ് അതിനകത്ത് ആഴത്തിലൂന്നി പറയുന്നത്. പ്രത്യേകിച്ച് അവസാനം ചെന്ന് നിൽക്കുന്നത് യാതൊന്നും കർത്താവ് എന്നിൽ ആരോപിക്കുന്നില്ല എന്നാണ്. എത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും നീ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ എന്ന ഒരു ചോദ്യം ചെയ്യലിൻ്റെയോ ഒരു ആരോപണത്തിൻ്റെയോ യാതൊരു ലാഞ്ചനയും ഇല്ലാത്ത ആ സ്നേഹത്തെയാണ് നമ്മളവിടെ ആവിഷ്കരിക്കുന്നത്. അതുണ്ട്. മാതാവേക്കാളും വാത്സല്യത്തോടെ രാരീരം പാടുന്ന, അതും എല്ലാവരെയും വല്ലാതെ അങ്ങോട്ട് വിഷമിപ്പിക്കുന്ന ഒരു വരിയ. നമുക്ക് സങ്കടം വരും. മാത്രമല്ല, ഇന്നോളം എന്നെന്നും വീണാലും കണ്ണീരൊപ്പി രാരീരം പാടുന്ന വാത്സല്യം. ചിലരൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇനിയും പിന്നെയും വീഴുന്നു, ഇനി ദൈവത്തോട് ക്ഷമ ചോദിക്കുന്ന എന്താ അർത്ഥം, അല്ലെങ്കിൽ ഇനിയും കരഞ്ഞിട്ട് എന്താ കാര്യം. അപ്പം ഇന്നോളം എന്നെന്നും വീണാലും സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരൊപ്പുന്ന, മാറോട് ചേർക്കുന്ന വാത്സല്യമുള്ള സ്നേഹം. ഈ പാട്ടിൻ്റെ ഒരു വരിയിൽ മാതാവേക്കാളും വാത്സല്യം എന്ന് പ്രയോഗിക്കുന്നുണ്ട്. അത് ഒരു ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കാന്നൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ട്. അച്ഛനോട് ആരെങ്കിലും പറഞ്ഞു കാണുമായിരിക്കും. വളരെ കർക്കശമായിട്ട് ഈ വരികളെ വിലയിരുത്തിയാൽ ഒരു ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കൊക്കെ കണ്ടെത്താൻ പറ്റും. കാരണം മാതാവേക്കാളും എന്ത് വാത്സല്യമേ എന്ന് പറയുന്നതിനേക്കാൾ പറയേണ്ടത് മാതാവിൻ്റെ സ്നേഹത്തെക്കാൾ എന്ത് വലിയ സ്നേഹം വാത്സല്യം എന്നാണ് പറയേണ്ടത്. അല്ലെങ്കിൽ മാതാവിനെയും കാൾ ദൈവത്തിൻ്റെ സ്നേഹം വലുതാണ്, അങ്ങനെയൊക്കെയാണ് പറയേണ്ടത്. പക്ഷെ വ്യാകരണ പെശക എന്നതിനേക്കാൾ കവിക്ക് ചില സ്വാതന്ത്ര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ കവി ഒരു പദഘടനയിലൂടെ ഒരു ആശയത്തെ എന്നതിനേക്കാൾ ഒരു വികാരത്തെ ആവിഷ്കരിക്കുന്നുണ്ട്, ചിലതൊക്കെ ധ്വനിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ധ്വനിപ്പിക്കുമ്പോൾ മാതാവേക്കാളും എന്ത് വാത്സല്യമേ എന്ന് കേൾക്കുമ്പോൾ ഈ വ്യാകരണ പെശകന് അതീതമായിട്ട് ഈ വരി കേൾക്കുന്നവർക്കുണ്ടാകുന്ന ഒരു വികാര പ്രപഞ്ചമുണ്ടല്ലോ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അച്ഛനെന്ത് ഉദ്ദേശിച്ചോ അത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഗ്രാമറൊന്നും നോക്കാതെ തന്നെ നമുക്ക് ആ ഫീലിംഗ് കിട്ടുന്നുണ്ട്. അതാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ആകാമെന്നല്ല ഞാൻ പറയുന്നത്. ചില സ്ഥലങ്ങളിൽ ട്യൂണിനനുസരിച്ചൊക്കെ പാട്ട് എഴുതുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില വാചകം അതിനകത്ത് വന്നു വീഴുമ്പോൾ ഞാനും അത് മനസ്സിലാക്കിയതാണ്. അതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്കൊക്കെ ഉണ്ട്. പക്ഷെ ആ മിസ്റ്റേക്കിന് അതീതമായിട്ട് അത് ഉദ്ദേശിച്ച കാര്യം സാധിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ. അത് തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ അനുപല്ലവി ഒന്ന് കേട്ടു നോക്കാം. അനുപല്ലവിയിൽ കൂട്ടം പിരിഞ്ഞൊരു കുഞ്ഞാട് എന്ന് പറയുന്ന ആ ഭാഗം
സത്യത്തിൽ ഈശോയുടെ വളരെ പ്രസിദ്ധമായൊരു ഉപമയാണല്ലോ. കൂട്ടം വിട്ടുപോയ 100 ആടിൽ കാണാതെ പോയ ഒരാട്. ആ ആടിനെ തേടിയുള്ള ഇടയൻ്റെ അലഞ്ഞു നടക്കുന്ന ആ സ്നേഹത്തിൻ്റെ അന്വേഷണം. അപ്പം ഇതെല്ലാം വാസ്തവത്തിൽ എന്നെ കേന്ദ്രീകരിച്ച് വേണം ഞാൻ മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് കൂട്ടം പിരിഞ്ഞൊരു കുഞ്ഞാട് ഞാനാണ് എന്ന ആ രീതിയിൽ അതിനെ നമ്മൾ പുനരാഖ്യാനം ചെയ്യുന്നത്. ശരിയാണ്, നമുക്കൊക്കെ അറിയാം നമ്മളെക്കുറിച്ചാണ് അത് പറയുന്നത്. ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യരെക്കുറിച്ചാണ് പറയുന്നത്. അവിടെയൊക്കെ ദൈവത്തിൻ്റെ ഒരു വലിയ എഫേർട്ട്, മനുഷ്യനെ തേടി കണ്ടെത്തുന്ന മനുഷ്യാവതാരത്തിലൂടെയാകുന്ന വലിയൊരു ഒരു ശ്രമം, അതാണല്ലോ ആ പ്രമേയം. നല്ല ഇടയനാണ്. ആടുകൾ കാണാതെ പോയാൽ ഒരാടിന് വേണ്ടി പോലും അലഞ്ഞു നടക്കുന്ന, ഉറക്കളച്ച് രാത്രിയിൽ വനാന്തരങ്ങളിലൂടെയും മരുഭൂമിയിലൂടെയൊക്കെ അലഞ്ഞു നടക്കുന്ന ഒരു ഇടയൻ്റെ ചിത്രം അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇടയൻ വരുമ്പോൾ എനിക്ക് സ്വയം രക്ഷപ്പെടാൻ പറ്റാതെ ഞാനിങ്ങനെ കുടുങ്ങി കിടക്കുന്ന ഒരാട്. ആടിനൊരു പ്രത്യേകത ഉണ്ട്. ആടിനെ ഒരിക്കലും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ തന്നെത്താൻ അതിന് തിരിച്ചു വരാൻ പറ്റില്ല. അത്രമാത്രം സാധു അത്. ഇടയൻ ചെന്ന് തേടി പിടിച്ച് കൊണ്ടുവന്നാൽ മാത്രമേ. ഇത് തന്നെയാണ് മനുഷ്യൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു വശം. അതായത് ഒരു വീഴ്ച പറ്റിയാൽ സ്വന്തം നിലയിൽ തിരിച്ചു വരാൻ പറ്റില്ല, വീണ്ടെടുപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ ആരെങ്കിലുമൊക്കെ ഈ വീഴ്ച മനസ്സിലാക്കി ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചും ആ വ്യക്തിയോട് വചനം പറഞ്ഞും ആ വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് അല്ലെങ്കിൽ അനുതാപത്തിലേക്ക് നയിക്കേണ്ടതുണ്ടേ. അപ്പോൾ അവിടെ വാസ്തവത്തിൽ ഞാനിവിടെ യേശുവിൻ്റെ ആ സ്നേഹം സഭയിലൂടെ എങ്ങനെയൊക്കെയാണ് ആവിഷ്കരിക്കപ്പെടുന്നത് എന്ന ഒരു സത്യം കൂടി ഈ കൂടെ പരാമർശിക്കുന്നുണ്ട്. അപ്പം കൂട്ടം പിരിഞ്ഞൊരു കുഞ്ഞാട് ഞാൻ മരുഭൂവിൽ അങ്ങ് തളർന്നു പോകുന്ന അവസ്ഥ. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒന്ന് കരയാൻ പോലും. ഉള്ളം തകർന്ന് നാവും തളർന്നു, കാലല്ല തളർന്നത്. ഞാനിപ്പോൾ അച്ഛൻ്റെ ഒരു പഴയ ടോക്ക്, ഞാൻ കേട്ടൊരു ടോക്കിൻ്റെ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. കാരണം ഈ നഷ്ടപ്പെട്ട കുഞ്ഞാടിനെ കരയാൻ പറ്റുന്നുണ്ട്, നാണയത്തിന് ശബ്ദിക്കാൻ പറ്റുന്നില്ല, ടോട്ടൽ ലോസ് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇത് കരയാനെങ്കിലും സാധിക്കുന്നുണ്ടല്ലോ എന്നാൽ ഞാനിപ്പോൾ കൂട്ടിച്ചേർത്തു എന്നേ ഉള്ളൂ. ഈ പാട്ടിൽ നമ്മുടെ ടീനു ടെലൻസ് ആ ഉള്ളം തകർന്നതും നാവും തളർന്നതും പാടിയപ്പോൾ നമുക്ക് വല്ലാതെ നമ്മളെ ഒരു നൊസ്റ്റാൾജിക്കൽ ഫീലിംഗ് ആയിരുന്നു ആ പാട്ടിൻ്റെ. അച്ഛനങ്ങ് തോന്നിയായിരുന്നോ? തീർച്ചയായിട്ടും ആ ആലാപനത്തിൻ്റെ ആ സ്പർശനം ശരിക്കും അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്കിതിൻ്റെ ചരണം ഒന്ന് കേട്ടു നോക്കാം. മേച്ചിൽപ്പുറങ്ങൾ എന്ന വാക്ക് ഒരുപാട് കവിതകളിൽ വരുന്നുണ്ട്. സങ്കീർത്തനങ്ങളിൽ നിന്നുള്ളതായതുകൊണ്ടായിരിക്കും അല്ലേ ചോ? അതെ അതെ അതെ.
അതായത് പാസ്ചറിങ്, അതായത് ഇടയ ശുശ്രൂഷ. അപ്പോൾ ആടുകളാണ് വിശ്വാസികൾ. നല്ല ഇടയനായ യേശുവിൻ്റെ ഇടയ ശുശ്രൂഷയിൽ പൗരോഹിത്യ ശുശ്രൂഷയും സഭാ നേതൃത്വവും ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇടയനും ആടുകളും തമ്മിലുള്ള ആ ബന്ധം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇടയൻ്റെ ഏറ്റവും വലിയ ധർമ്മം നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തുക, മാറോടണച്ച് താലോലിക്കുന്ന ആ സ്നേഹത്തോടെ സ്വീകരിക്കുക. അതുകൊണ്ട് മാത്രമായില്ല, പിന്നീട് നഷ്ടപ്പെടാത്ത രീതിയിൽ അതിനെ കൂടെ കൂട്ടി അതിനെ നയിച്ചുകൊണ്ട് പോവുക. പച്ച പുൽപ്പുറങ്ങളിലേക്ക്, ശാന്തമായ ജലാശയങ്ങളിലേക്കൊക്കെ നയിച്ചുകൊണ്ട് പോകുന്ന ആ ഇടയൻ്റെ സ്നേഹം, ആ പരിപാലന, ഇനി ഒരിക്കലും നഷ്ടപ്പെടരുതെന്നുള്ള നിർബന്ധ ബുദ്ധിയോടെ അതിനെ കൂടെ നിർത്തുന്ന ആ ഇടയൻ്റെ സ്നേഹം. അപ്പോൾ അത് മേച്ചിൽപ്പുറങ്ങൾ എന്ന് പറയുമ്പോൾ നിലനിൽപ്പിൻ്റെ എല്ലാം അവിടെയുണ്ട്. അപ്പോൾ ഇടയൻ്റെ സ്നേഹം, അതോടൊപ്പം തന്നെ നമുക്ക് പരിരക്ഷ മാത്രമല്ലല്ലോ, നമുക്ക് ഊർജം ആവശ്യമില്ലേ, നറിഷ്മെൻ്റ് ആവശ്യമില്ലേ. അപ്പോൾ ഇതെല്ലാം ഇടയൻ വഴി പ്രൊവൈഡ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ആധ്യാത്മിക ജീവിതത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് വഴിതെറ്റി പോകാതിരിക്കുക എന്നുള്ളതൊന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇടയൻ്റെ കൂടെ മാത്രമേ നിലനിൽക്കാൻ പറ്റുള്ളൂ. ഇടയന് മാത്രമേ നല്ല പുൽപ്രദേശങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനും നല്ല ജലാശയങ്ങളിൽ, അപകടമില്ലാത്ത ജലാശയങ്ങളിൽ കുടിപ്പിക്കാനും പറ്റുള്ളൂ. എന്ന് പറഞ്ഞ അർത്ഥം ഇവിടെയൊക്കെ ശരിയായ വചനം തന്നെ കിട്ടണം മനുഷ്യന്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനവും കിട്ടണം. പലപ്പോഴും പറ്റുന്നതെന്ന് വെച്ചാൽ വചനമല്ലേ പറയുന്നത് എന്ന് വിചാരിച്ച് ആര് വചനം പറയുന്നിടത്തും പോയി ഈ ആട് പച്ചില തേടി പോകുന്ന പോലെ എല്ലാവരും ഇങ്ങനെ പറയാറുണ്ട്. വിശേഷമല്ലേ, ആര് പറഞ്ഞാൽ എന്താ കുഴപ്പം? പക്ഷേ വ്യാഖ്യാനങ്ങളെല്ലാം ശരിയാവണമെന്നില്ല. ഇടയൻ തരുന്ന ഇടയൻ്റെ സ്വരം, ഇടയൻ്റെ ശരിയായ വ്യാഖ്യാനങ്ങൾ. അപ്പോൾ സുവിശേഷത്തിന് വ്യാഖ്യാനം ആവശ്യമുണ്ടേ. അപ്പോൾ ആ വ്യാഖ്യാനത്തോടു കൂടി കൊടുക്കുമ്പോഴാണ് ഇടയൻ്റെ പാസ്ചറിങ് അല്ലെങ്കിൽ നയിക്കുന്ന ആ കർമ്മം ശരിയാകുന്നുള്ളൂ. അതുകൊണ്ട് ആടുകൾ എൻ്റെ സ്വരം കേൾക്കുന്നു, എൻ്റെ ഒപ്പം നിൽക്കുന്നു, ഞാൻ കൊടുക്കുന്നത് ഭക്ഷിക്കുന്നു എന്ന ഒരവസ്ഥയുണ്ടല്ലോ. അപ്പം ഞാനാണ് ആടിൻ്റെ ഊർജത്തിന് ആവശ്യമായത് എന്താണ്. അപ്പോൾ വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പരിശുദ്ധാത്മ സ്പർശനം കൊടുക്കുന്നു. മാത്രമല്ല സഭയിൽ നടക്കുന്ന സൗഖ്യം പകരുന്നു, ജീവൻ പകരുന്നു. സൗഖ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വഴിതെറ്റിപ്പോയ ഒരാടിനെ സംബന്ധിച്ചിടത്തോളം മരുഭൂമിയിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ ശത്രുവിൻ്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ടാവും, തളർന്ന് വീണതിൻ്റെ പേരിൽ മുറിവേറ്റിട്ടുണ്ടാവും, മുൾപ്പടർപ്പിലൂടെയൊക്കെ നടന്നതിൻ്റെ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് മുറിവുകളുണ്ടാവും. അപ്പോൾ ഈ മുറിവുകൾക്ക് സൗഖ്യം ആവശ്യമുണ്ട്. അതും ഇടയൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിയായിട്ട് സഭയിൽ പാപത്തിൻ്റെ വഴിയെ പോയവർ മുറിവേറ്റ് തിരിച്ചു വരുമ്പോൾ അവരെ സൗഖ്യപ്പെടുത്താനുള്ള ഒരു ധർമ്മം, ഒരു ദൗത്യവും കൂടി ഉണ്ട് ഇടയന്. സൗഖ്യം പകരണം, അതോടൊപ്പം തന്നെ ജീവൻ തുടർച്ചയായിട്ട് നിലനിർത്താനുള്ള എല്ലാം കൊടുക്കണം. മാത്രമല്ല അവിടെ എല്ലാം സാന്ത്വനം കൊടുക്കണം. ഒരാളെയും തെറ്റുകാരനായിട്ട് അല്ലെങ്കിൽ തെറ്റുകാരിയായിട്ട് ഒരു വാക്കുകൊണ്ട് പോലും സൂചിപ്പിക്കാൻ പാടില്ല. കാരണം ദൈവത്തിൻ്റെ സ്നേഹം ഒരു വ്യക്തിയെ ആ രീതിയിലാണ്, തെറ്റ് ചെയ്യാത്ത ഒരാളെ പോലെയാണ് ദൈവം സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് യാതൊന്നും കർത്താവ് എന്നിൽ ആരോപിച്ചില്ല. അപ്പോൾ എൻ്റെ തോന്നിവാസങ്ങൾക്കൊന്നും എന്നെ ഉത്തരവാദിയാക്കിയില്ല. ശരിയാണത്. ഓരോ സാഹചര്യം കൊണ്ടാണ് ഓരോരുത്തർ വഴിതെറ്റി പോകുന്നതൊക്കെ. ഒരാളെ നമുക്ക് കുറ്റപ്പെടുത്താൻ ഒരു ന്യായവുമില്ല. അപ്പോൾ അവിടെയെല്ലാം കുറ്റമാരോപിക്കാത്ത സ്നേഹം, ഒരിക്കലും ഒരാളുടെ തെറ്റ് ആ വ്യക്തിയെ ഓർമ്മിപ്പിക്കുക പോലും ചെയ്യാത്ത രീതിയിൽ ഒരു പാപിയെ പുണ്യവാനായി പരിഗണിച്ച് കൂടെ നിർത്തുന്ന, തെറ്റ് ചെയ്യാത്ത ഒരാളെ പോലെ കരുതി കൂടെ നിർത്തുന്ന ആ ദൈവസ്നേഹമാണ് സഭയിലൂടെ നടന്നുകൊണ്ടിരിക്കേണ്ടത് അല്ലെങ്കിൽ നടക്കേണ്ടത് എന്ന ഒരു സത്യം കൂടി ഇതിനകത്ത് ആവിഷ്കരിക്കുന്നു. നമുക്ക് ഈ പാട്ടൊന്ന് മുഴുവനായിട്ട് കേൾക്കാം വെച്ചോ.
പോകുമ്പോൾ തേടുന്നു പേരും ചൊല്ലി മാതാവേ കാളും എന്തു വാത്സല്യമേ ഇന്നോളമെന്നെന്നും വീണാലും കണ്ണീരൊപ്പി രാരീരം പാടുന്ന കാരുണ്യമേ കാണാതെ പോകുമ്പോൾ തേടുന്നു പേരും ചൊല്ലി മാതാവേ കാളും എന്തു വാത്സല്യമേ ഈ പാട്ടിൽ ഉപമയിൽ പറയാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊരു യാഥാർത്ഥ്യമായി അംഗീകരിക്കുന്നതിന് കുഴപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് കാണാതെ പോകുമ്പോൾ തേടുന്നു പേരും ചൊല്ലി. ഈ പേര് ചൊല്ലി വിളിക്കുക എന്ന് പറയുന്ന ആ വ്യക്തിയോടുള്ള വലിയ സ്നേഹത്തിൻ്റെ അടയാളമാണ്. അപ്പോൾ പേര് പറയാൻ കിട്ടാതെ പോവുക എന്ന് പറയുന്ന ഒരു അവസ്ഥ വരാം. കാരണം ഇത്രയും 100 ആടുള്ളിടത്ത് ഓരോ ആടിനും നല്ല ഇടയന്മാർ പേര് ചൊല്ലി തന്നെ വിളിക്കും. എനിക്കറിയാം, താറാവിന് പോലും പേരിട്ട് വിളിക്കുന്ന ഒരു താറാവുകാരനെ എനിക്കറിയാം. അപ്പോൾ അത്രമാത്രം വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യമാണത്. സക്കേവൂസിനെ പേര് ചൊല്ലി വിളിച്ചെന്ന് പറയുന്നില്ലേ, അവിടെയാണ് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്, എനിക്ക് ചിലരെ പേര് ചൊല്ലി വിളിക്കാൻ പറ്റാതെ പോകുമ്പോൾ ദുഃഖം തോന്നാറുണ്ട്. കാരണം പെട്ടെന്ന് പേര് മറന്നു പോകും, അല്ല അത്രയും ഓർമ്മയിൽ നിൽക്കുന്നില്ല. അപ്പോൾ അവിടെയാണ് കർത്താവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആഴമിരിക്കുന്നത്. എത്ര കേട്ടാലും മതി വരാത്ത ഈ ആർദ്രമായ ഈ ട്യൂണിലോട്ട് കണ്ണ് നനയിക്കുന്ന ഈ വരികൾ എഴുതി തന്ന അച്ഛനെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എങ്കിലും എല്ലാവരുടെയും പേരിൽ അച്ഛന് നന്ദി. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയത്ത് വീണ്ടും കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി.